മലയാളത്തിൽ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുള്ള നിരവധി പ്രേത സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ചില സൂപ്പർ ഹീറോ ചിത്രങ്ങൾ അത്തരത്തിൽ പ്രേക്ഷകരുടെ വലിയ സ്വീകാര്യത ലഭിക്കുന്ന തരത്തിൽ പുറത്തിറങ്ങുന്നുണ്ട്. പുതിയ സൂപ്പർ ഹീറോ ചിത്രങ്ങളോടുള്ള പുതിയ തലമുറയുടെ ഒരു അഭിപ്രായം നമുക്ക് തേടാം. പുതിയ പ്രേത സിനിമ പണ്ടത്തെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു രീതിയോ ഒന്നുമില്ല. എന്നാലും എനിക്ക് പൊതുവേ പേഴ്സണലി പുതിയ പ്രേത സിനിമയൊക്കെ ഇഷ്ടമാണ്. ലോകയൊക്കെ അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ലോണം. പണ്ടത്തേത് കുറച്ചുകൂടി കുറച്ചുകൂടി പേടിക്കാനുള്ളതും ചോരയും അങ്ങനെ കുറച്ചുകൂടി പേടിക്കാനുള്ളത് പോലെ തോന്നി. ഇപ്പോഴത്തെ അത്ര എഫക്റ്റ് ചെയ്യുന്നില്ല, കാണുമ്പോൾ കുറച്ച് ചിരിക്കാനൊക്കെ ഉള്ള ഒരു പ്രേത സിനിമ. പഴയ പ്രേത സിനിമകൾ നമ്മളെ ഒരുപാട് പേടിപ്പിക്കുന്ന ഒരുപാട് പ്രേത സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരുപാട് പ്രേത സിനിമകളൊക്കെ വളരെ രീതിയിൽ ഫ്ലോപ്പായപ്പോൾ മലയാള ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്തിയൊരു പ്രേത സിനിമയാണ് ലോക എന്നുള്ളത്. അത് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയെ ഒരു നല്ലൊരു പരീക്ഷണമാണ്. ഇനിയും അതുപോലുള്ളൊരു നല്ല നല്ല പ്രേത സിനിമകൾ, സൂപ്പർ ഹീറോ മൂവീസുകൾ വരികയാണെങ്കിൽ നമ്മുടെ മലയാള ഇൻഡസ്ട്രി വലിയ രീതിയിൽ ഉയരങ്ങളിലേക്ക് എത്തും. പുതിയ തലമുറകൾ ആഗ്രഹിക്കുന്നത് സൂപ്പർ ഹീറോ മൂവീസാണ്. നമ്മുടെ കേരളത്തിലും മിന്നൽ മുരളി, അതുപോലെ തന്നെ ലോകയിലെ ചന്ദ്ര, അതുപോലുള്ള സൂപ്പർ ഹീറോസിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇനിയും അതുപോലുള്ള സിനിമകൾ മലയാളം ഇൻഡസ്ട്രിക്ക് വേണമെന്ന്. പ്രേത സിനിമകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ മലയാളത്തിലെ യക്ഷിയും ഞാനും അതുപോലെ തന്നെ ആകാശഗംഗ വണ്ണൊക്കെ അത്യാവശ്യം പേടിക്കാനുണ്ട്. അതിപ്പോൾ കൊറിയനിലേക്കോ ചൈനീസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സീൻസൊക്കെ മാറ്റിയിട്ട് നമുക്ക് തന്നെ തോന്നും, നമുക്ക് തന്നെ ഒരു പേടിയാവും. പിന്നെ തമിഴ് സിനിമയില്ലേ കാഞ്ചനയൊക്കെ പിന്നെയും ആ ഒരു ട്യൂണ് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടി വരും. പിന്നെ ഇപ്പോഴത്തെ സിനിമകൾ എന്ന് വെച്ചാൽ ഈ ആകാശഗംഗ തന്നെ സീസൺ 2 എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഫുൾ കോമഡിയാണ്. അപ്പോൾ പ്രേത സിനിമ എന്ന് പറയാനൊന്നുമില്ല. പണ്ടത്തെ മലയാള സിനിമ കാണുമ്പോൾ അത്യാവശ്യം പേടിയും കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷേ ഇപ്പോഴത്തെ സിനിമകൾ ആകെ കോമഡി ആയിട്ടാണ് ഓരോ സിനിമകളായിട്ട് എടുത്തു വെക്കണത്. ഇപ്പം മറ്റു ഭാഷകളെ അപേക്ഷിച്ച് മലയാളം ആണ് കുറച്ചും കൂടി ഓരോ സിനിമകൾ ചിരിയും കളിയായിട്ടുള്ള രീതിയിൽ എടുത്തു വെക്കണേ, മേക്ക് ഓവറൊക്കെ ആണെങ്കിലും. പക്ഷെ പുറത്തുള്ള ഓരോ സിനിമകളൊക്കെ കാണുമ്പോൾ അത്യാവശ്യം പേടിയും കാര്യങ്ങളൊക്കെ തോന്നും, ഒരു കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഭയങ്കര കോമഡി ആയിട്ടാണ് മലയാള സിനിമ ഓരോ സിനിമകൾ എടുത്തു വെക്കണേ. പഴയ യക്ഷ സിനിമ എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ വന്ന പടത്തിനൊന്നും വലിയ അങ്ങനെ പേടിയൊന്നുമില്ല. അലമ്പാണ് ഇപ്പോൾ വന്ന പടമൊക്കെ. പണ്ടത്തെ പോലെ അത്ര നമുക്ക് പേടിയൊന്നും വരികയില്ല. പണ്ടത്തെ പടമൊക്കെ നല്ല പേടിയാവുമായിരുന്നു. പണ്ടത്തെ ആകാശം അങ്ങനത്തെ പടങ്ങളൊക്കെ ഓർത്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ഒന്നും ഇതില്ല, കാണുമ്പോൾ ഒരു പേടി തോന്നുന്നില്ല. വെറുതെ കോമഡി ആയിട്ടാണ് എല്ലാം വന്നത്. മലയാള സിനിമ ലോകത്ത് യക്ഷിക്കഥകൾക്ക് ഒരു ദീർഘകാല പാരമ്പര്യവും ചരിത്രമൊക്കെ ഉണ്ട്. ഒരു സിനിമാ ചരിത്രം പരിശോധിച്ചാൽ വളരെ ജനപ്രിയ സിനിമകളുടെ കൂട്ടത്തിൽ യക്ഷി സിനിമകളൊക്കെ ഉണ്ട്. പിൽക്കാലത്ത് യക്ഷി സങ്കല്പങ്ങൾക്കൊക്കെ മാറ്റം വന്നു. പ്രേത പിശാച് സംബന്ധിയായ സിനിമകൾക്ക് ഈ കാലം മാറുന്നതനുസരിച്ച് ഈ സാങ്കേതികത്വത്തിൻ്റെ പ്രാധാന്യത്തോടു കൂടി ഈ സാങ്കേതിക വിദ്യ വികസിച്ചതനുസരിച്ച് യക്ഷികളെയും ഇവർ സാങ്കേതിക വിദ്യയുടെ കൂട്ടുപിടിച്ചൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ കാലത്ത് ഇപ്പോൾ ലോക എന്നുള്ള സിനിമയും വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും മനുഷ്യനിലുള്ള ഒരു ഈ ഫാൻറ്റസിയോടുള്ളതും ഈ യക്ഷി സങ്കല്പങ്ങളെന്ന് പറയുന്ന മനുഷ്യ മനസ്സിലുള്ള ഒരു വല്ലാത്തൊരു ആരാധനയുടെ ഒരു ഭാഗമാണത്. അപ്പോൾ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്കൊക്കെ യക്ഷികൾ ചെയ്യുന്നു. അപ്പോൾ അത് കാണുമ്പോൾ ഒരു അത്ഭുതവും അതിൻ്റെ ഒരു തലമുണ്ട്. ഇതൊരു ഒരു മനുഷ്യൻ്റെ മാനസികമായ ഒരു തലത്തിൻ്റെ ഒരു ആവിഷ്കാരമാണിത്. നമ്മൾ ഈ വളരെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ശാസ്ത്രീയമായ അവബോധമൊക്കെ ഉള്ളൊരു തലമുറയാണ് നമ്മുടേത്. ഈ കാലഘട്ടം അങ്ങനെ മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെയാണ് ഈ ലോക പോലുള്ള സിനിമകൾ കാണാൻ വേണ്ടി പുതിയ തലമുറയും എല്ലാ ശാസ്ത്ര അവബോധമുള്ള തലമുറയൊക്കെ പോകുന്നത്. അപ്പോൾ അവരത് കണ്ടിട്ട് ഇത് വളരെ ഗംഭീരമായ സിനിമയാണെന്ന് പറയുന്നത്. സിനിമ ഗംഭീരമാണ്. സിനിമയുടെ നിർമ്മാണവും അതിൻ്റെ എല്ലാ തലത്തിലുള്ള അതിൻ്റെ സാങ്കേതിക വിദ്യയും അതിൻ്റെ കലാമികവും ഒക്കെ ഗംഭീരമാണ്. പക്ഷേ അതിലെ പ്രമേയപരമായൊരു സവിശേഷതയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് നൂറ്റാണ്ടുകളായി ഈ പ്രാചീന ശിലായുഗം മുതലുള്ള മനുഷ്യരുടെ ഒരു ചിന്തയാണത്. ഈ യക്ഷിയും അതായത് യക്ഷി
പ്രേത സങ്കല്പങ്ങളും മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചോര കുടിക്കുന്ന, ഇപ്പോഴും ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ 3-ാം ദശകത്തിലും പല്ല് കൊണ്ട് ദംഷ്ട്ര കൊണ്ട് ചോര കുടിക്കുന്ന യക്ഷിയെ കണ്ട് അഭിരമിക്കുന്ന, അത് ഗംഭീരമെന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ സിനിമയിൽ തന്നെ സംവിധായകൻ ആ കഥാപാത്രത്തെ കൊണ്ട് പലകുറി ആവർത്തിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ളത് മനുഷ്യർ കാണാതെ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. കുറേ അസംബന്ധങ്ങളാണ് ഈ പ്രമേയപരമായ അസംബന്ധം. നീലി എന്നുള്ള നമ്മുടെ ഒരു മിത്താണ്, അതൊരു സങ്കല്പമാണ്. അതൊരു പ്രതിഷേധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും പരമ്പരാഗതമായ ഒരു സങ്കല്പവും മിത്താണ്. സ്ത്രീ കാഴ്ചപ്പാടിൻ്റെ ദ്രാവിഡമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കല്പത്തെയാണ് വളരെ വികൃത രൂപത്തിലൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം ഈ കച്ചവട താല്പര്യത്തിന് വേണ്ടി എങ്ങനെ മനുഷ്യ മനസ്സുകളിലെ ലോലവികാരങ്ങളെയും ഫാൻറ്റസി താല്പര്യങ്ങളെയും വളരെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് പറയുന്ന മുതലാളിത്ത വ്യവസ്ഥിതിയുടെ ഒരു വലിയ ഒരു തലമാണത്. ഇതൊരു കലയെയും വ്യവസായത്തെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു അവതരണമാണ്. അതിൻ്റെ ഒരു വിജയമാണ്. ഇത് എല്ലാ കാലത്തും ഉണ്ടാവും. ഇപ്പോൾ ഇറങ്ങിയ ചിത്രങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പഴയകാല ചിത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് അതെങ്ങനെ ആകർഷിക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് അതുപോലെയാണ് ഇപ്പോൾ മെയ്ഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ഇപ്പോൾ ലോക പോലത്തെ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ യക്ഷിയും ഞാനെന്ന് പറയുന്ന സിനിമകളൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോഴത്തെ ഇങ്ങോട്ട് വരുമ്പോൾ പണ്ട് നമ്മൾ കാഞ്ചന അതുപോലുള്ള പടങ്ങൾ ഹൊറർ മൂവീസൊക്കെ കാണുന്ന ഇതിൽ നോക്കുമ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ലോക പോലത്തെ മൂവികൾ വരുന്ന സമയത്ത് അത് കൂടുതൽ ഇപ്പോഴത്തെ ഒരു തലമുറയെ ആകർഷിക്കപ്പെടുന്ന രീതിയിൽ അവർക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ട് അത് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നല്ല വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ അത് ചിത്രീകരിച്ച് വരുന്നത്. മലയാളികൾ പ്രത്യേക സമയങ്ങൾക്കകത്ത് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സർക്കിളിനകത്തൊക്കെ ആയാലും ഇപ്പോൾ അവർക്ക് എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ട് അവരിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണ് ഈ യക്ഷി സിനിമകൾ എന്നൊക്കെ പറയുന്ന സമയത്ത്. ചില പ്രത്യേക സമയങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവർ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളാണ്. അപ്പോൾ അതിനെ ഇത്തരത്തിലേക്ക് മാറ്റി വേറെ ഇതിൽ ചിത്രീകരിക്കുന്ന സമയത്ത് അത് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾക്കിടയിൽ. ഇംഗ്ലീഷ് സിനിമയും കൊറിയൻ സിനിമകളൊക്കെ അങ്ങനെ പ്രേതത്തിൻ്റെ ഹൊറർ ഗെയിം മൂവീസൊക്കെ കാണാറുണ്ട്. അതെന്താണെന്ന് വിചാരിച്ചാൽ അവരുടെ സിനിമ ഒക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ക്യാപ്റ്റിവേറ്റീവായിട്ടും കാണാൻ കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. അത് പേടിയായാലും കഥയിലായാലും ഒക്കെ അത് കുറച്ചുകൂടി കണ്ടൻറ് ഉണ്ട് നമുക്ക് തോന്നും. പക്ഷേ നമ്മുടെ മലയാളത്തിൽ വരുമ്പോൾ അത് അത്രയ്ക്ക് ഇല്ല. പക്ഷേ നമ്മൾക്ക് ഇപ്പോൾ അത് ഡെവലപ്പിംഗ് ആയതുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കൂടുതലായിട്ട് അങ്ങനത്തെ സിനിമകളും മലയാളത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.